നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അർശിന്റെ തണലിൽ നമ്മൾ പരലോകം എന്ന വിഷയത്തെ സംബന്ധിച്ച് വിശദീകരിച്ചപ്പോൾ ആ ഹദീസ് വിശദമായി പ്രതിപാദിച്ചതുകൊണ്ട് ഞാൻ സൂചിപ്പിക്കുക മാത്രമാണ് ചെയ്യുന്നത്. റസൂലുള്ള പറഞ്ഞു, നാളെ പരലോകത്ത് ചുട്ടുകൊള്ളുന്ന മഹ്ശറയിൽ എരിപിരി കൊള്ളുന്ന പ്രയാസപ്പെടുന്ന സാഹചര്യത്തിൽ ഒരാറേഴ് വിഭാഗത്തിന് റഹ്മാനായ തമ്പുരാന്റെ അർശിന്റെ ശീതളച്ഛായ വിരിച്ചു കൊടുക്കുന്ന, അർശിന്റെ തണൽ നൽകുന്ന ചില വിഭാഗങ്ങളെ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തിയപ്പോൾ ഒരാളെപ്പറ്റി അവിടുന്ന് പറഞ്ഞത് വറജുലുൻ ഖൽബുഹു മുഅല്ലഖുൻ ഫിൽ മസാജിദി എന്നാണ്. പള്ളികളിൽ തന്റെ ഹൃദയം കെട്ടിത്തൂക്കിയിട്ടുള്ള ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞാൽ പള്ളിയിൽ നിന്ന് പുറത്തു വന്നാൽ വീണ്ടും പള്ളിയിലേക്ക് തിരിച്ചു പോകുന്നതുവരെയും അവന്റെ ജഡം പുറത്താണെങ്കിലും മനസ്സ് പള്ളിയിലാണ് എന്നർത്ഥം. പള്ളിയിൽ നിന്ന് ജമാഅത്തിനുള്ള വിളി കേൾക്കുന്നുണ്ടോ എങ്കിൽ എനിക്ക് പോകാൻ സമയമായി എന്ന് ശ്രദ്ധയോടുകൂടെ പള്ളിയിൽ നിന്നുള്ള വിളിയെ കാത്തോർത്തുകൊണ്ടിരിക്കുകയും വിളി കേട്ടാൽ പിന്നെ താമസം വിനാ അങ്ങോട്ട് പുറപ്പെട്ടുകൊണ്ട് അവന്റെ ജഡം പുറത്താണെങ്കിലും പള്ളിയിൽ അവന്റെ മനസ്സ് കെട്ടിത്തൂക്കിക്കൊണ്ട് പുറത്തു വരുന്നൊരു മനുഷ്യനെന്ന്, ആ മനുഷ്യന് നാളെ പരലോകത്ത് അർശിന്റെ തണൽ പടച്ചതമ്പുരാൻ വിരിച്ചു കൊടുക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. എന്താണ് പള്ളിയിൽ മനസ്സ് കെട്ടിത്തൂക്കിയവെന്നതിന്റെ അർത്ഥം? ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ ശറഹ് മുസ്ലിം എന്ന കിതാബിൽ പറയുന്നു, വമഅനാഹു ശദീദുൽ ഹുബ്ബി ലഹാ വൽ മുലാസമ ലിൽ ജമാഅത്തി ഫിഹാ വലൈസ മഅനാഹു ദവാമുൽ ഖുഊദി ഫിൽ മസ്ജിദി. ഇതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് അവൻ ശദീദുൽ ഹുബ്ബി ലഹാ, പള്ളികളോട് അവൻ അഗാധമായ അടുപ്പമുള്ളവനാണ്, സ്നേഹമുണ്ടാകും അവന്. വൽ മുലാസമ ലിൽ ജമാഅത്തി ഫിഹാ, ആ പള്ളികളിൽ നിർവഹിക്കപ്പെടുന്ന ജമാഅത്തിന് പങ്കെടുക്കണമെന്ന കണിശമായ താല്പര്യം അവനുണ്ടാകും. വലൈസ മഅനാഹു, ഇതിന്റെ ഉദ്ദേശമല്ല ദവാമുൽ ഖുഊദി ഫിൽ മസ്ജിദി, എല്ലാ സമയവും പള്ളിയിൽ തന്നെ കഴിച്ചുകൂട്ടുക എന്നുള്ളതല്ല ഈ പറയുന്നത്. കാരണം മുസ്ലിമീങ്ങൾക്ക് അവന്റെ ജീവിതായോധന രംഗത്ത് പ്രവർത്തിക്കണമെങ്കിൽ പള്ളി വിട്ട് പുറത്തു വരണം. അപ്പൊ അതല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. ജമാഅത്തിന് വിളി കേൾക്കുമ്പോൾ കൃത്യമായി അവിടെ പങ്കെടുക്കണമെന്നും പള്ളിയോടുള്ള അവന്റെ സ്നേഹവും കൂറും അവന്റെ ഹൃദയത്തിൽ നിന്ന് മായാതെ മങ്ങാതെ നിലനിർത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന അവനെ സംബന്ധിച്ചാണ് നബി തിരുമേനി ഇവിടെ പരിചയപ്പെടുത്തിയിരിക്കുന്നത് എന്ന് ഈ ഹദീസിന്റെ വിശദീകരണമൊക്കെ ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി വിശദീകരിച്ചിരിക്കുകയാണ്.